പിങ്കി, നമ്മൾ ബാലരാമപുരത്തേക്ക് തന്നെയാണ് വീണ്ടും ഒന്ന് പോവുകയാണ്. അവിടെ വയോധികന്റെ മരണത്തിൽ ദുരൂഹത നീക്കാൻ പോലീസ് സ്ലാബ് ഉടൻ പൊളിക്കും. റഹീസ് റഷീദ് ചേരുന്നുണ്ട്. റഹീസ്, വലിയ പോലീസ് സുരക്ഷ തന്നെയാണ് ഒരുക്കാൻ പോകുന്നതല്ലേ? നിലവിൽ എന്തായി സാഹചര്യം? എത്ര മണിയോടുകൂടി കല്ലറ പൊളിക്കും? ഇതിനകം തന്നെ വലിയ പോലീസ് സുരക്ഷ ഈ ഭാഗത്ത് വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പുളുങ്കുടി ക്യാമ്പിൽ നിന്നടക്കം സിവിൽ പോലീസ് ഓഫീസർമാരെ കൊണ്ടുവന്നു. ഏതാണ്ട് 200-ലധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എന്ന് തോന്നുന്നു. നെടുമങ്ങാട് ഒപ്പം നെയ്യാറ്റിൻകര ഡിവൈഎസ്പി എസ് ഷാജിക്കും നെടുമങ്ങാട് ഡിവൈഎസ്പി അരുൺകുമാറിനുമാണ് ഇവിടുത്തെ ഇതിനകമുള്ള സുരക്ഷാ ചുമതല. ഒരുപക്ഷെ മുകളിൽ നിന്ന് മറ്റ് ഉദ്യോഗസ്ഥർ എത്തുമോ എന്ന് അറിയാൻ അടുത്ത മണിക്കൂറിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 8 മണിയോടെ പൊളിക്കൽ നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് പോലീസ് നടത്തുന്നത്. ഈ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം നിന്ന് ഈ ഭാഗത്തേക്ക് പൊതുജനങ്ങളെ ആരെയും കടത്തി വിടുന്നുണ്ടാവില്ല. ഇവിടെ ഇതിന് ചുമതല വഹിക്കുന്ന നെടുമങ്ങാട് ഡിവൈഎസ്പി അരുൺകുമാർ സാറിൻ്റെ പോലീസ് വിന്യാസമൊക്കെ ഓക്കെയാണ്. അതെ എല്ലാം ഓക്കെയാണ്. ഈ ഫോറൻസിക് ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തുടങ്ങും. അല്ലാതെ RDO ആണ് സമയം. RDO വരുന്ന അനുസരിച്ചുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പോലീസ് ക്രമസമാധാനം മാത്രമേ ഉള്ളൂ. RDO വരും. RDO ആണ് ഇതൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ പോലത്തെ പ്രതിഷേധങ്ങൾക്ക് നിങ്ങളൊരു സാധ്യത കാണുന്നുണ്ടോ? കോടതി ഉത്തരവില്ലേ നമുക്ക്, പ്രത്യേകിച്ച് ഏത് പ്രതിഷേധം ഉണ്ടെങ്കിലും കോടതി ഉത്തരവ് അനുസരിച്ചുള്ള നടപടിക്രമം കൂടെ. കുടുംബത്തിൻ്റെ എതിർപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാതെ നെയ്യാറ്റിൻകര DSP സാർ ക്രമസമാധാന ചുമതലയുടെ ക്രമസമാധാനം മാത്രം. സാർ മുമ്പ് ഇവിടെ DSP ആയിരുന്ന സമയത്ത് ഒരു അനുഭവ പരിജ്ഞാനം കൂടി ആയിരിക്കും അല്ലേ? ഇല്ല. ഓക്കെ, അതാണ് ഇദ്ദേഹം മുമ്പ് ഇവിടെ നെയ്യാറ്റിൻകര DSP ആയിരുന്നു. ഇപ്പോൾ നെടുമങ്ങാട് DSP ആണ്. RDO കൂടിയായ സബ് കളക്ടർ OV ആൽഫ്രഡ് എത്തുന്ന മുറയ്ക്ക് നടപടിക്രമങ്ങൾ തുടങ്ങും എന്നാണ് DSP അരുൺകുമാർ പറഞ്ഞത്. അതായത് ഇനി വരാനുള്ളത് RDO ആണ്. ഒപ്പം ഫോറൻസിക് സർജന്മാരും എത്തേണ്ടതുണ്ട്. 2 പേരാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥരായ 2 പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അവർ ഇതിൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഫോറൻസിക് സർജന്മാർ 2 സർജന്മാർ എത്താനുണ്ട്. അവരെത്തണം. ഒപ്പം സബ് കളക്ടർ കൂടിയായ RDO OV ആൽഫ്രഡ് എത്തണം. ഇതിൻ്റെ നടപടികളുടെ മുഴുവൻ പൂർണ്ണമായ ചുമതല RDO കൂടിയായ സബ് കളക്ടർക്കാണ് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത്. സുരക്ഷാ ചുമതല നെയ്യാറ്റിൻകര നെടുമങ്ങാട് DYSPമാർക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതുവരെ ഉള്ള ഒരു അറിവനുസരിച്ച് 8 മണിക്ക് മുമ്പായി തന്നെ സ്ലാബ് പൊടിക്കുന്ന നടപടിക്രമങ്ങൾ തുടങ്ങും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ ഭാഗത്തോടുകൂടി മാധ്യമപ്രവർത്തകർ ഇവിടെ നിൽക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. രാവിലെ അകത്തേക്ക് മാധ്യമപ്രവർത്തകർ പോയിരുന്നു. ഇപ്പോൾ അവരെ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാനുള്ള നിർദ്ദേശം പോലീസ് നൽകി വീടിൻ്റെ പുറത്തേക്ക് മാധ്യമങ്ങളെ അടക്കം ഇറക്കുകയാണ്. ഓക്കെ റൈസ്, ഓക്കെ. എന്തായാലും നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. അതെ, ബാലരാമപുരത്തെ അപ്ഡേറ്റുകളിലേക്ക് നമ്മൾ ഇനിയും എത്തും. ഇപ്പോൾ